എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 177-ാമത്തെ മന്ത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. വർഗം 34-35 ബ്രഹ്മണസ്പതി ഇന്ദ്ര സോമ ദക്ഷിണ സദസസ്പതി. ഇതാണ് ദേവതമാൻ. മന്ത്രം: സോമാനം സ്വർണം കൃണുഹി ബ്രഹ്മണസ്പദേ കക്ഷീവന്തം യ ഔഷിജ. അന്വയം: ഹേ ബ്രഹ്മണസ്പദേ സോമാനം യ ഔഷിജ കക്ഷീവന്തം സ്വർണം കൃണൂഹി. ഇതാണ് അന്വയം. ഹേ ബ്രഹ്മണസ്പദേ, ബ്രഹ്മണസ്പതി എന്ന ദേവൻ, സോമാനം സോമം സംസ്കരിക്കുന്നവൻ, യ ഔഷിജ ഉഷിക്കിന്റെ പുത്രൻ, കക്ഷീവന്തം സ്വർണം കൃണൂഹി കക്ഷീവാനെ പോലെ പ്രകാശവാനാക്കിയാലും. അർത്ഥം: ബ്രഹ്മണസ്പതി എന്ന ദേവ, സോമം സംസ്കരിക്കുന്ന ഋത്വിക്കിനെ ഉഷിക്കിന്റെ പുത്രൻ കക്ഷീവാൻ എന്ന പോലെ ദേവന്മാരുടെ ഇടയിൽ പോലും ആദരണീയൻ എന്ന പോലെ പ്രശസ്തനാക്കി തീർത്താലും. കക്ഷീവാൻ എന്ന ഉഷിക്കിന്റെ പുത്രനെ ദേവന്മാരുടെ ഇടയിൽ പോലും ആരാധ്യനാക്കി തീർത്ത പോലെ എന്നെയും പ്രശസ്തനാക്കി തീർത്താലും. സോമം സംസ്കരിക്കുന്ന ഋത്വിക്ക് യാഗത്തിലെ ഏറ്റവും മഹത്തരമായ കർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. അപ്പോ സോമം സംസ്കരിക്കുന്നതായിട്ടുള്ള ഋത്വിക്ക് പറയുകയാണ്, കക്ഷീവാനെ പോലെ എന്നെയും പ്രശസ്തനാക്കിയാലും. സോമം മഹാജ്ഞാനത്തിന്റെ പ്രതീകമാണ് സോമം. ആ മഹാജ്ഞാനത്തെ സംസ്കരിക്കുന്നവന്റെ സ്ഥാനത്തെ, ആദരത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാൻ അനുഗ്രഹിക്കുക. ദേവന്മാർ പോലും ആദരിക്കുന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയാലും, പ്രശസ്തിയിലേക്ക് ഉയർത്തിയാലും. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.